ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ച് അധികാരത്തിൽ പിടിച്ചു നിൽക്കാം എന്ന് കരുതിയ മോദിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ത്യൻ ജനത നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞത് എത്ര സത്യമാണ്. ഏകാധിപത്യ പ്രവണതകൾ അവസാനിപ്പിക്കാൻ മുമ്പോട്ട് വന്നത് ഇന്ത്യയിലെ ഗ്രാമീണരാണ്, ഇന്ത്യയിലെ ഗ്രാമവാസികളാണ്. BJPയെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷം അവർക്ക് ലഭിച്ചില്ല, സിംഗിൾ മെജോറിറ്റി അവർക്ക് കിട്ടിയില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന വിധിയാണ് ജനങ്ങൾ നൽകിയത്. 2/3 ഭൂരിപക്ഷം നേടി അബ് കി ബാർ 400 പാർ എന്ന് പറഞ്ഞ് ഭരണഘടനയെ അട്ടിമറിക്കാൻ, ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ, ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ, തെരഞ്ഞെടുപ്പുകൾ ഇല്ലാതാക്കാൻ നരേന്ദ്രമോദി കാലെ കൂട്ടി പ്ലാൻ ചെയ്ത എല്ലാ പദ്ധതികളും ഇന്ത്യൻ ജനത പൊളിച്ചിരിക്കുകയാണ്, തകർത്തിരിക്കുകയാണ്. ഇന്നലെ പരാജയപ്പെട്ടത് നരേന്ദ്രമോദി മാത്രമല്ല, നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച വർഗീയ വിഭജന വിധ്വംസക ഏകാധിപത്യ രാഷ്ട്രീയവും കൂടിയാണ് പരാജയപ്പെട്ടത്. അഭിപ്രായ സർവേകൾ എന്ന പേരിൽ, എക്സിറ്റ് പോൾ എന്ന പേരിൽ BJPക്കും നരേന്ദ്രമോദിക്കും വേണ്ടി പണിയെടുത്ത എല്ലാ ഏജൻസികളും ഇന്നലെ നിലവിളിക്കുന്നത് നാം കണ്ടു. അവർക്കുമേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ഇന്നലെ കണ്ട ജനവിധി.